ലോണിൽ കുടുങ്ങിക്കഴിയുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് ആളുകൾ കടക്കെണിയിലാണ്. ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളുടെ അവസ്ഥകളും പേറി നടക്കുന്ന, വിഷമിക്കുന്ന, വേദനിക്കുന്ന, ദുഃഖിക്കുന്ന ഒരുപാട് പേരെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം. ഇങ്ങനെ ലോണിൽ കുടുങ്ങിയിട്ട് കടത്തിൽ മുങ്ങി നിൽക്കുന്ന, ജീവിതത്തിന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആവലാദികളും വേവലാദികളും ഹൃദയത്തിൽ പേറി നടക്കുന്ന പ്രിയപ്പെട്ടവർക്കായി അള്ളാഹുവിന്റെ അളവറ്റ അനുഗ്രഹത്താൽ പടച്ച തമ്പുരാനിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നതായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം, ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിലാണ്. എന്താണ് ആദ്യമായിട്ട് നാം ചെയ്യേണ്ടതെന്നറിയുമോ? ഏതു പ്രതിസന്ധിയാണ് ജീവിതത്തിൽ ഉള്ളത് എങ്കിലും, ഏതു വേദനയാണ്, എന്ത് വിഷമമാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് എങ്കിലും, ഏറ്റവും വലിയ മന്ത്രധ്വനി ഏതാണെന്നറിയുമോ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇസ്തിഗ്ഫാർ ചൊല്ലലാണ്. പടച്ച തമ്പുരാന്റെ മുന്നിലേക്ക് മനസ്സുരുകിയിട്ട്, മനമുരുകിയിട്ട്, ഹൃദയമൊന്നു പിടഞ്ഞിട്ട് ഞാനും നിങ്ങളും അസ്തഗ്ഫിറുല്ലാഹ് എന്നൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എത്ര പ്രാവശ്യമാണ് ഒരു ദിവസം പറയേണ്ടതെന്നറിയോ? ഏറ്റവും കുറഞ്ഞത് 100 പ്രാവശ്യമെങ്കിലും പറയേണ്ടതാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതായ ഏറ്റവും വലിയ അനുഗ്രഹം, അത് പ്രയാസങ്ങളെ മാറ്റിത്തരുന്നതാണ്. ലോണിൽ കുടുങ്ങി വിഷമിക്കുന്ന മനുഷ്യ, നിനക്ക് നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്നതായ ഒന്നാമത്തെ കാര്യം അത് ഇസ്തിഗ്ഫാറാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ഇസ്തിഗ്ഫാറിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹ് പറയാണ്, ഇസ്തിഗ്ഫാർ വിഭജിച്ചു കഴിഞ്ഞാൽ, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കഴിഞ്ഞാൽ, ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ ഒരു പതിവാക്കി കഴിഞ്ഞാൽ അല്ലാഹു ധാരാളം അനുഗ്രഹങ്ങൾ നൽകുന്നതാണ്. മഴയില്ലേ, മഴ തരും. എന്താണ് നമ്മുടെ ബുദ്ധിമുട്ടത് അല്ലാഹു മാറ്റിത്തരും. വയുംദിദുകും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തും സമ്പാദ്യങ്ങളും നിന്റെ സന്താനങ്ങളും അല്ലാഹു ധാരാളമായി നൽകുന്നതാണ്. സമ്പത്ത് തരുന്നതാണ്, സന്താനങ്ങളെ തരുന്നതാണ്. അതുപോലെ റബ്ബ് തആല ധാരാളം തോട്ടങ്ങൾ നൽകുന്നതാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ഇസ്തിഗ്ഫാർ ഒരുപാടായി ചൊല്ലുന്നത് കൊണ്ട് പടച്ച തമ്പുരാൻ നമുക്ക് നൽകുന്നതാണ്. അല്ലാഹു ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് തരട്ടെ. പിന്നീട് പ്രിയപ്പെട്ടവരെ, ദുആ ഇങ്ങനെ വർദ്ധിപ്പിക്കുക. അല്ലാഹുവിനോടുള്ള പ്രാർത്ഥന ചെറിയ കാര്യമല്ല അത്. നിങ്ങൾ ദുആ ചെയ്യുകയാണെങ്കിൽ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്, യാ റസൂലല്ലാഹ്, എന്നെക്കുറിച്ച് അങ്ങയുടെ അനുയായികൾ ചോദിച്ചു കഴിഞ്ഞാൽ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, അങ്ങയോട് എൻ്റെ അടിമകൾ വന്ന് ചോദിച്ചാൽ, എന്നെ പറ്റി ചോദിച്ചാൽ ഞാൻ അവരുടെ തൊട്ടടുത്തുണ്ടെന്നങ്ങ് പറഞ്ഞു കൊടുക്കുക നബിയേ. ഉജീബു ദഅവതദ്ദാഇ, പ്രാർത്ഥിക്കുന്നവന്റെ ദുആ ചെയ്യുന്നവന് ഉത്തരം നൽകുന്നതായിട്ട് ഞാനുണ്ടാകും, തൊട്ടടുത്തുണ്ടാകുമെന്ന് അല്ലാഹു തആല പറയുകയാണ്. അല്ലാഹു തആല നമ്മളോട് പറഞ്ഞു തരികയാണ് അല്ലേ? പ്രാർത്ഥിക്കുക, ധാരാളം ദുആ ചെയ്യുക. ആ ദുആയിലൂടെ പടച്ച തമ്പുരാൻ നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരുന്നതാണ്, വിഷമങ്ങൾ നീക്കിത്തരുന്നതാണ്. അല്ലാഹു ആ വിഷമങ്ങൾ നമുക്കൊക്കെയും മാറ്റിത്തരട്ടെ.
പിന്നീടോ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ആ കാതലായ സമയമുണ്ടല്ലോ, അള്ളാഹുവിന് ഇഷ്ടമുള്ള സമയമുണ്ടല്ലോ, അവന്റെ മലക്കുകൾ ഇറങ്ങുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് അള്ളാഹുവിനോട് നാം ദുആ ചെയ്യേണ്ടതാണ്. എന്നിട്ട് നമ്മൾ ഈ ദുആ ഒന്ന് പറയണം. ഈ പറയപ്പെടാൻ പോകുന്ന ദിക്ർ 100 പ്രാവശ്യം ഒന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര തീരാത്ത പ്രയാസങ്ങളും പടച്ച തമ്പുരാൻ മാറ്റിത്തരുന്നതാണ്. ഏതാണ് ആ ദിക്ർ എന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. സുന്ദരമായ ദിക്റാണത്. 100 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ചൊല്ലണേ. വളരെയേറെ അത്ഭുതങ്ങളുടെ കലവറ നിറഞ്ഞ ദിക്റാണത്. പിന്നീടോ ഒരൊറ്റ പ്രാവശ്യം സൂറത്തുൽ ബലദ് പാരായണം ചെയ്യുക. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വ അൻത ഹില്ലും ബിഹാദൽ ബലദ് എന്ന് തുടങ്ങുന്ന സുന്ദരമാകുന്നതായ സൂറത്തുൽ ബലദ് പാരായണം ചെയ്യണം ഒരു പ്രാവശ്യം സുബഹിക്ക് ശേഷം. അത് കാരണമായിട്ട് നമ്മുടെ പ്രയാസങ്ങൾ എന്തു തന്നെയായാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് ലഘൂകരിച്ച് നൽകുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നീടോ ഇനി നമ്മുടെ പ്രയാസങ്ങളെ മാറ്റിത്തരാൻ കാരണമാകുന്ന സുന്ദരമായ കുറച്ച് ചെറിയ സൂറത്തുകളുണ്ട്. വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ അവസാനത്തെ 10 സൂറത്തുകളില്ലയോ, സൂറത്തുൽ ഫീലിൽ നിന്ന് തുടങ്ങി സൂറത്തുൻ നാസിലൂടെ അവസാനിക്കുന്നതായ സുന്ദരമായ ആ സൂറത്തുകൾ ഇൻഷാ അല്ലാഹ് പതിവാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏതൊക്കെയാണ് ആ സൂറത്തുകൾ? സൂറത്തുൽ ഫീൽ, സൂറത്തുൽ ഫീൽ, സൂറത്തുൽ ഖുറൈശ്, സൂറത്തുൽ മാഊൻ, സൂറത്തുൽ കൗസർ, അതുപോലെ സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ നസ്ർ, സൂറത്തുൽ ലഹബ്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്. 10 അത്ഭുത സൂറത്തുകളാണ്. ഈ സൂറത്തുകൾ നിരന്തരമായി ഒരു പ്രാവശ്യമെങ്കിലും പാരായണം ചെയ്യണേ. പിന്നീടോ എല്ലാ നമസ്കാരത്തിന് ശേഷവും സൂറത്തുൽ ഹുമസ പാരായണം ചെയ്യുക. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഹുമസ എല്ലാ ദിവസവും ഒരു 10 പ്രാവശ്യം. ഇശാ മഗ്രിബിന്റെ ഇടയിൽ വളരെയേറെ പ്രധാനപ്പെട്ട ഒരു സൂറത്തിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏതാണ് ആ സൂറത്ത് എന്നറിയുമോ? പലർക്കും അറിയാം. സൂറത്തുൽ വാഖിഅ. അത്ഭുതത്തിന്റെ സൂറത്താണത്. ദാരിദ്ര്യം ജീവിതത്തിൽ തൊട്ടു തീണ്ടുകയേയില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യം കടന്നു വരികയില്ല. അത് ഉറപ്പാണ്. സ്വഹാബത്ത് ചെയ്തതാണ്, അവിടുത്തെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. വിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ വാഖിഅയുടെ നല്ല ആയത്തുകൾ ഉണ്ടല്ലോ, അത് ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ സൂറത്തുൽ വാഖിഅ ഇശാ മഗ്രിബിന്റെ ഇടയിൽ കഴിയുന്നത് പോലെ എല്ലാ ദിവസവും പതിവായി ഓതിക്കഴിഞ്ഞാൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. ദാരിദ്ര്യങ്ങൾ അല്ലാഹു മാറ്റിത്തരുന്നതാണ്. വിഷമങ്ങൾ അല്ലാഹു നീക്കിത്തരുന്നതാണ്. എല്ലാ ദിവസവും മുടങ്ങാതെ പാരായണം ചെയ്യുക. അല്ലാഹു തആല നമ്മളെയൊക്കെയും പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെ ധാരാളം അറിവുകൾ ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ ക്ലാസ്സുകൾ ഉണ്ടാവും. ഉറപ്പായിട്ടും പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെയൊക്കെയും സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.